നമ്മുടെ ഈ ലോകത്ത് കോടിക്കണക്കിന് ജീവികളുണ്ട്. അതിൽ നമ്മൾ മനുഷ്യർക്ക് വിചിത്രമെന്ന് തോന്നിക്കുന്ന രൂപവും സ്വഭാവവുമുള്ള കുറച്ച് ജീവികളെ കണ്ടാലോ? മലയാളം അക്ഷരം ഇറുവിന്റെ ആകൃതിയിലുള്ള ഒരു വിരയെപ്പോലെ തോന്നിക്കുന്ന ഈ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വിരയും പാമ്പും പഴുതാരയും ഒന്നുമല്ല, പിന്നെയോ ഇതാണ് എബോള വൈറസ്. 1976 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ എബോള നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഈ വൈറസിനെ കണ്ടെത്തിയത്. മനുഷ്യരുടെ ജനിതക പദാർത്ഥം DNA ആണെങ്കിൽ എബോളയുടേത് RNA ആണ്. എബോള വൈറസ് ഉണ്ടാക്കുന്ന രോഗമായ EVD അഥവാ എബോള വൈറസ് ഡിസീസ് ലിവർ, കിഡ്നി, ലങ്സ് തുടങ്ങിയ അവയവങ്ങളെയാണ് ബാധിക്കുന്നത്. മുട്ട ബുൾസൈ ആക്കി കഴിക്കാറില്ലേ നമ്മൾ? ഇത് കണ്ടിട്ട് ഒരു ബുൾസൈ പോലെയോ ഫ്രൈഡ് എഗ് പോലെയോ ഒക്കെ തോന്നുന്നില്ലേ? മൈക്കോപ്ലാസ്മ എന്നൊരു തരം ബാക്ടീരിയയുടെ കോളനികളാണ് ഇത്. എന്താ അല്ലേ? 100-ലധികം വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെടുന്ന മൈക്കോപ്ലാസ്മകൾ ലോകത്തുണ്ട്. ഇതിൽ ചിലരൊക്കെ രോഗകാരികളാണ്. മൈക്കോപ്ലാസ്മ ന്യൂമോണിയയുടെ ഇൻഫെക്ഷൻ മനുഷ്യരുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ചെരുപ്പിന്റെ ആകൃതിയിലുള്ള പ്രോട്ടിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരിനം ജീവിയാണ് പാരമീസിയം. സ്ലിപ്പർ അനിമാൽക്യൂൾ എന്ന് ഇവർ അറിയപ്പെടുന്നു. സൂക്ഷ്മജീവികളിൽ നിന്ന് പുഴുക്കളിലേക്ക് വന്നാൽ അനവധി രൂപത്തിലും ഭാവത്തിലുമുള്ള പുഴുക്കളെ കാണാനാകും. ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും ലാർവകളെ കാണാൻ തന്നെ നല്ല ചന്തമാണ്. ക്രിംസൺ റോസ് ബട്ടർഫ്ലൈ എന്ന പൂമ്പാറ്റയുടെ കാറ്റർപില്ലറാണ് ഇത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഗരുഡക്കൊടി അഥവാ അരിസ്റ്റലോക്കിയ ഇൻഡിക്ക എന്ന ചെടിയിലാണ് ഈ ലാർവകൾ വളരുന്നത്. നിരവധി പുള്ളികളും പൊട്ടുകളും ഒക്കെയുള്ള സിൽക്ക് പോലെ സോഫ്റ്റായ ശരീരമാണ് ഇവരുടേത്. ഇവരെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റിൽ പറയണേ. ഇത്തരം പുഴുക്കളെ തേടി പിടിച്ച് അകത്താക്കി വിഷപ്പടക്കുന്നവരാണ് പക്ഷികൾ. പക്ഷികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇക്കൂട്ടർ പല തന്ത്രങ്ങളും പരീക്ഷിക്കാറുണ്ട്, മിമിക്രി കാണിക്കാറുണ്ട്. ഇത്തരത്തിൽ ഒറ്റ നോട്ടത്തിൽ പാമ്പിന്റെ കുഞ്ഞിനെ പോലെ തോന്നിക്കുന്ന കാറ്റർപില്ലറുകൾ ഉണ്ട്. പാമ്പിന്റെ തലയുടെ ആകൃതിയിലുള്ള ഇവരുടെ തലയിൽ ഐ സ്പോട്സ് എന്ന് വിളിക്കുന്ന 2 പുള്ളികൾ ഉണ്ടാകും. ഈ പുള്ളികൾക്ക് കണ്ണിന്റെ ആകൃതിയാണ്. ഇത് കണ്ടു പേടിച്ച് പക്ഷികൾ ഇവരെ തൊടാൻ മടിക്കും. ശലഭങ്ങളും മിമിക്രിയിൽ ഒട്ടും പിറകിലല്ല. ഹമ്മിങ് ബേർഡ്, ഹോക്ക് മോത്ത് എന്ന ശലഭത്തിനെ കണ്ടാൽ ഹമ്മിങ് ബേർഡ് ആണെന്നേ നമുക്ക് തോന്നൂ. മാഗ്നിഫിഷ്യന്റ് ഫ്രിഗേറ്റ് ബേർഡ് എന്നൊരു തരം പക്ഷിയുണ്ട്. ഇവരുടെ കഴുത്തിന് താഴെ ചുവന്ന ബലൂൺ പോലെ ഒരു ഭാഗമുണ്ട്. ബലൂൺ പോലെ വീർപ്പിക്കാൻ കഴിയുന്ന ഈ ഭാഗത്തിനെ റെഡ് ഇൻഫ്ലേറ്റബിൾ ഗുളാർ പൗച്ച് എന്നാണ് വിളിക്കുന്നത്. ഇണയെ ആകർഷിക്കുന്നതിനായിട്ടാണ് ഇവർ ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളിലെ ദ്വീപുകളിൽ ജീവിക്കുന്ന ഒരു കടൽ പക്ഷിയാണ് ഇത്. പക്ഷികളുടെ വർണ്ണശബളമായ തൂവലുകൾ അവരെ സുന്ദരന്മാരും സുന്ദരികളും ആക്കുന്നു. മയിൽ പീലി വിരിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ ആഹാ എന്താ അഴക്. പീകോക്ക് സ്പൈഡേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മയിൽപീലിയുടെ അഴകിൽ വർണ്ണശബളമായ ശരീരമുള്ള 8 കാലികളാണ് അവർ. ഈ കാണുന്ന പീകോക്ക് സ്പൈഡർ ഇല്ലേ, ഇതിന്റെ പേരാണ് സ്പാർക്കിൾ മഫിൻസ്. ആൺമയിലിനെ പോലെ ഇണയെ ആകർഷിക്കാൻ ആൺ സ്പാർക്കിൾ മഫിനുകളും ഡാൻസ് കളിക്കാറുണ്ട്. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയെ ഓർമ്മിപ്പിക്കുന്ന നീണ്ട മൂക്കുള്ള ഈ കുരങ്ങന്റെ പേരാണ് പ്രൊബോസിസ് മങ്കി. നാസാലിസ് ലാർവേറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ഈ കുരങ്ങച്ചൻ ജീവിക്കുന്നത് ലോകത്തിലെ 3ാമത്തെ വലിയ ദ്വീപായ ബോർണിയോയിൽ ആണ്. മൂക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരുത്തന്റെ കാര്യം ഓർത്തത്. മൂക്കിനു ചുറ്റും നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള ഭാഗങ്ങളുള്ള ഒരു ജീവിയാണ് സ്റ്റാർ നോസ്ഡ് മോൾ അഥവാ നക്ഷത്രമൂക്കൻ. 40 മുതൽ 50 ഗ്രാമിനോട് അടുത്ത് മാത്രം ഭാരമുള്ള, പ്രധാനമായും ഷഡ്പദങ്ങളെ തിന്നുന്ന ചെറു സസ്തനികളാണ് ഇവർ. ഇവരുടെ മൂക്കിനു ചുറ്റും ചെറു വിരലുകൾ പോലെയുള്ള റോസ്ട്രം എന്ന് വിളിക്കുന്ന 22 ഭാഗങ്ങൾ ഉണ്ട്. ഇത് മൊത്തത്തിൽ കാണാൻ ഒരു നക്ഷത്രം പോലെ ഉണ്ടാകും. കാഴ്ച കുറവാണ് ഇവർക്ക്. ഇവരുടെ ഈ നക്ഷത്രമൂക്ക് ഇരകളെ കണ്ടെത്താൻ സഹായിക്കുന്നു. നഖങ്ങൾ കൊണ്ട് മണ്ണ് മാന്തി നീക്കിയാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത്. ഇവരെ പോലെ മണ്ണ് തുരക്കുന്ന ജീവികളാണ് നേക്കഡ് മോൾ റാറ്റ്. ഇവർ എലിയെ പോലെ കരണ്ട് തിന്നുന്ന റൊഡന്റുകളാണ്. ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ ജീവിയുടെ ശരീരത്തിൽ രോമങ്ങൾ തീരെയില്ല. അതുകൊണ്ടാണ് ഇവറ്റകളെ നേക്കഡ് മോൾ റാറ്റ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ മുൻവരിയിലുള്ള 2 പല്ലുകൾക്ക് നല്ല നീളമാണ്. ഈ പല്ലുകൾ കൊണ്ടാണ് ഇവർ കരണ്ട് തിന്നുന്നതും മാളങ്ങൾ തുരക്കുന്നതും. ഭൂമിക്കടിയിൽ പൊത്തുകളുണ്ടാക്കി കോളനികളായാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ ഒരു കോളനിയിൽ 20 മുതൽ 200 അംഗങ്ങൾ ഉണ്ടാകും. ഇവരുടെ ഒരു മാളത്തിന് ഏകദേശം 20 ഫുട്ബോൾ കോർട്ടുകളുടെ വലിപ്പം ഉണ്ടാവുമത്രേ. രോമങ്ങൾ ഇല്ലാത്തതുകൊണ്ടും വിയർപ്പ് ഗ്രന്ഥികളും തൊലിക്കടിയിലുള്ള കൊഴുപ്പുപാളികളും കുറവായതുകൊണ്ടും ഇവർക്ക് ഇവരുടെ ശരീരത്തിലെ ചൂട് നിലനിർത്താൻ നല്ല പാടാണ്. അതുകൊണ്ട് ഒരു കോളനിയിലുള്ള മോൾ റാറ്റുകൾ ചെറു കൂട്ടങ്ങളായി പരസ്പരം കെട്ടിപ്പിടിച്ചാണ് കിടക്കാറുള്ളത്. മോൾ റാറ്റുകളുടെ കോളനികളിൽ തേനീച്ച കോളനികളിൽ ഉള്ളതുപോലെ ഒരു റാണി ഉണ്ടാകും. കോളനികളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ചുമതലയുള്ള മോൾ റാറ്റുകളെ സോൾജിയേഴ്സ് എന്ന് വിളിക്കുന്നു. കിഴങ്ങുകളാണ് ഇക്കൂട്ടരുടെ പ്രധാന ഭക്ഷണം. മൂക്കിന് നീളമുള്ള കുരങ്ങനെ പോലെ മറ്റൊരു ശാരീരിക സവിശേഷതയുള്ള കുരങ്ങിനമാണ് ബാൾഡ് വാക്കരി.
ചുവന്ന മുഖമുള്ള കുറുകിയ തടിച്ച വാലുള്ള ഈ കുരങ്ങിനത്തിന് ആൺപെൺ വ്യത്യാസമില്ലാതെ കഷണ്ടി അഥവാ ബാൾഡ്നസ് ഉണ്ട്. ഇവരുടെ മുഖം ചുവന്നിരിക്കാൻ കാരണം മെലാനിൻ പിഗ്മെന്റിന്റെ കുറവാണ്. ബ്രസീൽ, പെറു എന്നിവിടങ്ങളിലാണ് ഇവരുള്ളത്. നീണ്ട മൂക്കുള്ള സസ്തനികൾ മാത്രമല്ല, മീനുകളും ഉണ്ട്. ബ്ലോക്ക് ഫിഷ് എന്ന മീനിന് നീളൻ മൂക്കുപോലൊരു ഭാഗം ഉണ്ട്. അല്ല, ആരാ ഇത് ചുവന്ന ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്? റെഡ് ലിപ്ഡ് ബാറ്റ് ഫിഷ് എന്ന ഇനം മീനാണ് ഇത്. ലിപ്സ്റ്റിക് ഇട്ടതുപോലെയുള്ള ചുവന്ന ചുണ്ടുകളാണ് ഇവരുടെ പ്രത്യേകത. ഗാലപ്പഗോസ് ഐലൻഡുകളോട് ചേർന്നുള്ള കടൽ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന മീനിനമാണ് ഇത്. കൊള്ളാല്ലേ? നീളൻ മൂക്കുപോലെ നീളമുള്ള കഴുത്തുള്ള ജീവികളാണ് ജിറാഫുകൾ. ജിറാഫുകളുടെ അത്ര ഇല്ലെങ്കിലും സ്വൽപ്പം നീണ്ട കഴുത്തുള്ള, കാലുകളിൽ സീബ്രയുടേതുപോലെയുള്ള വരകളുള്ള ഒരു മൃഗമാണ് ഒക്കാപ്പി. സീബ്രയുടെ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ജിറാഫിന്റെ കുടുംബക്കാരാണ് ഇവർ. ഫോറസ്റ്റ് ജിറാഫ്, കൊങ്കുളീസ് ജിറാഫ്, സീബ്ര ജിറാഫ് എന്നെല്ലാം ഇവർക്ക് വിളിപ്പേരുകൾ ഉണ്ട്. ഇത്തരത്തിൽ സവിശേഷ രൂപവും സ്വഭാവവും പ്രത്യേകതകളും ഉള്ള ഒട്ടനവധി ജീവികൾ ഭൂമിയിലുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകൾ ഉണ്ട്.